പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേയും ആത്മാവോടും കൂടി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഭക്തിയോടുകൂടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. നമ്മളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ശരീരത്തോട് ചേർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഈശോ പരിശുദ്ധ കുർബാനയായത്. ഇപ്പോൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു, നമ്മളും ഈശോയോടൊപ്പം ആകുന്നു. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് മാത്രം മതി ഈശോ എന്ന് ചിന്തിക്കാൻ പാടില്ല. അവനും ഈശോയെ സ്വന്തമാക്കണം എന്നൊരു ചിന്ത വേണം. അതുകൊണ്ട് നമ്മൾ ഈ തിരുഹൃദയ മാസത്തിൻ്റെ പ്രതിഷ്ഠാ ജപമൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ, ഞങ്ങളുടെ ഭവനങ്ങളിൽ അങ്ങ് രാജാവായി വാഴണമേ, ഞങ്ങളുടെ പ്രവർത്തികളെ നിയന്ത്രിക്കണമേ. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. എൻ്റെ ഹൃദയത്തിൽ മാത്രം അങ്ങ് വസിച്ചാൽ മതി എന്നൊരു ചിന്ത പാടില്ല. ഇന്നത്തെ ഒന്നാം വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പ്രയോഗം നടത്തുന്ന ദൈവികമായ അസൂയ. ഇനി ഈശോയെ സ്വന്തമാക്കാനുള്ള നമ്മുടെ ശ്രമം. ഈശോ നമ്മളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഈശോയെ നമ്മൾ സ്വന്തമാക്കണം. അപ്പം ഈശോയെ ആദ്യം അറിഞ്ഞൊരാൾ, അയാളെക്കാൾ കൂടുതൽ മറ്റൊരാൾ ഈശോയെ സ്വന്തമാക്കുമ്പോൾ, നീ ഇത്രയും എന്നെ ഈശോയെ സ്വന്തമാക്കിയല്ലോ, എൻ്റെ ഈശോയാണ് നീ സ്വന്തമാക്കിയിരിക്കുന്നത്, ഇത് തോന്നും. പക്ഷേ എനിക്ക് മാത്രം പോരല്ലോ, ഈശോ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. പക്ഷെ പിശാച് നമ്മളെ കെണിപ്പെടുത്തും. അത് ഈ കുർബാനയിലും സംഭവിക്കാം. കാരണം ഈശോ നമ്മളെ സ്വന്തമാക്കിയിരിക്കുക. ഈശോയ്ക്ക് സ്വന്തമായതെല്ലാം തട്ടിയെടുക്കുന്നവനാണ് പിശാച്. അപ്പോൾ നമുക്കൊരു അശ്രദ്ധ മതി, ഒരു പലവിചാരം മതി, പിശാച് നമ്മളെ സ്വന്തമാക്കി കളയും. അത് പൈശാചികമായ അസൂയയാണ്. ദൈവികമായ അസൂയ എന്ന് പറഞ്ഞാൽ, നീ ഈശോയെ സ്വന്തമാക്കിയല്ലേ, എനിക്കും നിന്നെക്കാൾ കൂടുതൽ ഈശോയെ സ്വന്തമാക്കണം, എനിക്ക് നിന്നെക്കാൾ കൂടുതൽ ഈശോ അത്രയും ഈശോയ്ക്ക് ഇഷ്ടമാണ്, ഈശോയെ എനിക്കിഷ്ടമാണ്. ഈ ഒരു ദൈവികമായ അസൂയ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഈശോയെ സ്വന്തമാക്കണം, എനിക്ക് ഈശോയെ സ്വന്തമാക്കണം, ഇവിടെ കൂടിയിരിക്കുന്ന മറ്റെല്ലാവരെക്കാളും എനിക്ക് ഈശോയെ സ്വന്തമാക്കണം. നമുക്ക് ആ ചിന്ത നമുക്ക് സ്വീകരിക്കാം. ഈ പരിശുദ്ധ കുർബാന അർപ്പണം നമ്മളൊരു സമൂഹത്തിലാണ് ബലിയർപ്പിക്കുന്നതെങ്കിലും ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള അവസരമാണ്, ഈശോയെ സ്വന്തമാക്കാനുള്ള അവസരമാണ്. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ
ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ ശക്തി കേന്ദ്രമായ ദൈവമേ, ഞങ്ങളുടെ അപേക്ഷകൾ കനിവാർന്ന് ശ്രവിക്കണമേ. നശ്വരമായ ബലഹീനതയ്ക്ക് അങ്ങേ കൂടാതെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്തതിനാൽ അങ്ങേ കൃപയുടെ സഹായം എപ്പോഴും നൽകണമേ. അങ്ങേ കൽപ്പനകൾ പിഞ്ചെന്ന് ചിന്തയിലും പ്രവൃത്തിയിലും അങ്ങയെ ഞങ്ങൾ പ്രസാദിപ്പിക്കുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, അല്പം ഭോഷത്വം സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ. എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു. എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്നു ഞാൻ ഭയപ്പെടുന്നു. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. ഈ അപ്പോസ്തല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് പ്രസംഗചാതുര്യം കുറവായിരിക്കാം, എങ്കിലും അറിവിൽ ഞാൻ പിന്നോക്കമല്ല. എല്ലാ കാര്യങ്ങളിലും എല്ലാ വിധത്തിലും ഇത് ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ദൈവത്തിൻ്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്കർഷത്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് തെറ്റാണോ? നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി മറ്റു സഭകളിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവരെ കവർച്ച ചെയ്യുകയായിരുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഞെരുക്കം ഉണ്ടായെങ്കിലും ആരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല. മക്കെദോനിയയിൽ നിന്ന് വന്ന സഹോദരന്മാരാണ് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നത്. അതിനാൽ നിങ്ങളെ ഒരു പ്രകാരത്തിലും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു, മേലിലും ശ്രദ്ധിക്കും. ക്രിസ്തുവിൻ്റെ സത്യം എന്നിലുള്ളതുകൊണ്ട് എൻ്റെ ഈ പ്രശംസ അക്കായി പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല. എന്തുകൊണ്ട്? ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തതുകൊണ്ടോ? അങ്ങനെയല്ലെന്ന് ദൈവത്തിനറിയാം. കർത്താവിൻ്റെ വചനം.
കർത്താവെ, അവിടുത്തെ പ്രവൃത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ്. കർത്താവെ, കർത്താവേ, അവിടുത്തെ പ്രവൃത്തികൾ അവിടുത്തെ കരത്തിൽ വിശ്വസ്തവും നീതിയുക്തവുമാണ്. വിശ്വസ്തവും നീതിയുള്ളവനാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ. നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ്. അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, കർത്താവേ, അവിടുത്തെ പ്രവൃത്തികൾ അവിടുത്തെ കരത്തിൽ വിശ്വസ്തവും നീതിയുക്തവുമാണ്. വിശ്വസ്തവും നീതിയുള്ളവനാണ്. അവിടുത്തെ പ്രവൃത്തി മഹത്വവും തേജസ്സുറ്റതുമാണ്. അവിടുത്തെ നീതി ശാശ്വതമാണ്. തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. കർത്താവെ, കർത്താവേ, അവിടുത്തെ പ്രവൃത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ്. നീതിയുള്ളവനുമാണ്. അവിടുത്തെ പ്രവൃത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ്. അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ്. വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു. കർത്താവെ, അവിടുത്തെ പ്രവൃത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേയും ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അമിത ഭാഷണം ചെയ്യരുത്. അമിത ഭാഷണം വഴി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിനു മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം പിതാവ് അറിയുന്നു. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇവിടെ ആരാധന ക്രമമനുസരിച്ച് കൃത്യമായ ഡേറ്റ് വെച്ചിട്ടാണെങ്കിൽ ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. പക്ഷെ നമ്മൾ അത് ഞായറാഴ്ചയാണ് ആചരിക്കുക. കാരണം അത് വലിയ തിരുനാളായതുകൊണ്ട് കടമുള്ള ദിവസമാണല്ലോ ഞായറാഴ്ച. അപ്പം അതിനോടൊപ്പം ചേർന്ന് വിശ്വാസികൾക്കത് അത് ആചരിക്കാൻ സൗകര്യപ്രദമാണ്. അപ്പോൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. നമ്മൾ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് നമ്മുടെ കുഞ്ഞുമക്കൾ അവർ ധരിക്കുന്ന വേഷവിധാനങ്ങളെല്ലാം ഒരു മണവാളൻ മണവാട്ടി അതുപോലെയാണ്. ഇല്ല, മണവാളൻ, ആൺകുട്ടികൾ മണവാളനെ പോലെയും പെൺകുട്ടികൾ മണവാട്ടിമാരെ പോലെയും ആണ്. യഥാർത്ഥത്തിൽ ഇത് കർത്താവുമായിട്ടുള്ളൊരു വിവാഹം പോലെയാണ്. ഒരാളെ പ്രണയിക്കുന്നയാളെ സ്വന്തമാക്കുന്നത് അവളെ വിവാഹം കഴിച്ചുകൊണ്ടാണ്. അപ്പോൾ വളരെ പ്രകടമായി മാമോദീസ സ്വീകരണം കഴിഞ്ഞ്
കുമ്പസാരം ആദ്യ കുർബാന സ്വീകരണം നടത്തുന്ന മക്കൾ അവരെ പ്രകടമായി ഈശോയെ സ്വന്തമാക്കിയാണ്. ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ ഉള്ളിലേക്ക് വരുമ്പോൾ ഒന്നായി മാറുന്നു. ഇനി രണ്ടല്ല ഒന്നാണ്. അല്ല, അത് ഉൽപ്പത്തി മുതൽ പറയുന്ന കാര്യമാണ്. ഇനിമേൽ അവർ രണ്ടല്ല ഒന്നാണ്. അപ്പോൾ വിവാഹം കഴിക്കുന്നത് പോലെയാണ്. അതാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. 2 കൊരിന്തോസ് 11:2 എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു. എന്തെന്നാൽ നിർമ്മലയായ വധുവിന് അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. അപ്പോൾ വിവാഹം കഴിച്ചതുപോലെയാണ്. അതൊരു ബന്ധത്തിലേക്ക് വരികയാണ്. ഇത് ആമുഖത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചു. ഇത് പൗലോസ് അപ്പോസ്തലൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഓരോ സഭകളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവരെ ദൈവത്തിന് സമർപ്പിക്കും. ദൈവത്തിന് സമർപ്പിച്ചിട്ട് ഒരു വിവാഹം നിശ്ചയം പോലെയാണ്. അപ്പം ഉള്ളിൽ ഈ പൗലോസ് അപ്പോസ്തലനെ ദൈവം സ്വന്തമാക്കിയതാണല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകി ദൈവം സ്വന്തമാക്കി. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പിന്നെ ഈശോയുടെ സ്വന്തമായിട്ട് അങ്ങ് മുന്നോട്ട് പോവുകയാണ്. ഈശോയെക്കുറിച്ച് പറഞ്ഞ് സ്വന്തമാകുന്നവർ ചെയ്യേണ്ട കടമയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. അപ്പോൾ ഇത് ഈ ഈശോയുടെ സ്വന്തമായവരെല്ലാം, എല്ലാവരും ബാക്കിയുള്ളവരെല്ലാം ഈശോയെ സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം. അങ്ങയുടെ നാമം പ്രസിദ്ധമാക്കണമേ, പൂജിതമാകണമേ. ഈശോയുടെ നാമം പ്രസിദ്ധമാക്കണം. ഈശോയുടെ രാജ്യം, അതായത് ഈശോയുടെ നാമം വിശ്വസിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകണം. ഒരു രാജ്യം മുഴുവൻ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ നാമം വിശ്വസിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകണം, ഒരു അവസ്ഥ ഉണ്ടാകണം. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അത് അങ്ങയുടെ ഇഷ്ടം ഭൂമിയിലുമാകണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്വർഗം മുഴുവൻ അല്ലേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ദൈവം നിറഞ്ഞു നിൽക്കുക. അപ്പം ഭൂമിയിൽ മുഴുവൻ ദൈവം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അത് നമ്മളിലൂടെ അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മളെ സ്വന്തമാക്കുകയാണ്. പൗലോസിനെ ഈശോ സ്വന്തമാക്കി. ഇനി പൗലോസ് ഇങ്ങനെ വിചാരിക്കുന്നില്ല, എനിക്ക് മാത്രം മതി, ഈശോയെ എനിക്ക് മാത്രം മതി എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങളും ഈശോയെ സ്വന്തമാക്കണം. അതിനുവേണ്ടി പൗലോസ് അപ്പോസ്തലൻ ചെയ്യുന്ന കാര്യമാണ് അവരെ ഈശോയ്ക്ക് പ്രതിഷ്ഠിച്ചിട്ട് അവരുമായി വിവാഹം നിശ്ചയം നടത്തി. അതാണ് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ആദ്യ കുർബാന സ്വീകരണം നടത്തുമ്പോൾ കുഞ്ഞുങ്ങൾ വളരെ വിരളമായിട്ടായിരിക്കാം, അമ്മ എനിക്ക് ആദ്യ കുർബാന സ്വീകരണം നടത്തണം, പള്ളിയിൽ അച്ഛനോടൊന്ന് പോയി പറയുമോ? അത് വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പള്ളിയിൽ അച്ഛൻ അനൗൺസ് ചെയ്യും, ഇന്ന ദിവസം ആദ്യ കുർബാന സ്വീകരണമാണ്, അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇത്ര ദിവസം തുടങ്ങും, 1 മാസം അല്ലെങ്കിൽ 1.5 മാസം ക്ലാസ്സുകളുണ്ട്, ആഗ്രഹിക്കുന്നവർ വന്ന് പങ്കുചേരാൻ പറയും. അപ്പോൾ അമ്മമാർ മക്കളോട് പറയത്തെ, നീ ഈ പ്രാവശ്യം ആദ്യ കുർബാന സ്വീകരണം നടത്തണം, നീ പോയി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ കുഞ്ഞിൻ്റെ ഉള്ളിൽ എനിക്ക് ഈശോയെ സ്വന്തമാക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ട് ആദ്യ കുർബാന സ്വീകരണം നടത്തുന്നതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ചെറിയ പള്ളിയിലൊക്കെ ആയിരുന്നപ്പോഴും വളരെ ഒരു 10-ൽ താഴെ കുട്ടികളൊക്കെ ആദ്യ കുർബാന സ്വീകരണം നടത്തുന്ന ആ ഒരു അവസ്ഥയിൽ അവരെ കൊണ്ട് ഒരു പേപ്പറിൽ എഴുതിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ഈശോയെ എനിക്ക് എൻ്റെ ബഹുമാനപ്പെട്ട അച്ഛ, എനിക്ക് ഈശോയെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ട്, അത് പരിശുദ്ധ കുർബാനയിൽ എനിക്ക് ഈശോയെ സ്വീകരിക്കണം, അത് എൻ്റെ ആഗ്രഹം, അത് സത്യസന്ധമാണെന്ന് അച്ഛൻ മനസ്സിലാക്കി എനിക്കതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ തന്ന് അതിനുവേണ്ട നടപടികൾ എനിക്ക് ചെയ്തു തരണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. അങ്ങനെ കുട്ടികളെ കൊണ്ട് അവരുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിപ്പിച്ച് മേടിക്കും. ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകണം, ഈശോയെ സ്വന്തമാക്കണം. യഥാർത്ഥത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പഠിപ്പിച്ച ഈശോയുടെ അപ്പനല്ലേ പിതാവ്? ഈശോയുടെ അപ്പനല്ലേ? ഈശോ നമുക്ക് തന്നതാ. ഞങ്ങളുടെ പിതാവേ എന്ന് പറയാൻ പഠിപ്പിച്ചതാ. ഞങ്ങളുടെ പിതാവേ എന്ന് പറയാൻ എൻ്റെ അപ്പൻ നിങ്ങളുടെ അപ്പം കൂടിയാ എന്ന് ഈശോ പഠിപ്പിച്ചതാ. അതുപോലെ പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയും, ഞാൻ അനുഭവിച്ച ഈശോ അത് നിങ്ങളുടെയും സ്വന്തമാണ്, നിങ്ങളും സ്വന്തമാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു വിവാഹം നിശ്ചയം പോലെ ചെയ്തിരിക്കുന്നത്. ഇതൊരു ദൈവികമായ അസൂയ പ്രയോഗം. എനിക്ക് മാത്രം മതി എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്.
ഞാൻ അനുഭവിച്ച ഈശോയെ നിങ്ങളും കൂടി സ്വന്തമാക്കണം. ഇപ്പോൾ പൗലോസിനേക്കാൾ തീക്ഷ്ണമായിട്ട് ഈശോയെ സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ പൗലോസിന് അസൂയ തോന്നാൻ പാടില്ല. അല്ലെങ്കിൽ പൗലോസിന് തോന്നുന്ന അസൂയ, ദൈവികമായ അസൂയ, ഓ നീ എന്തുമാത്രമാണ് ഈശോയെ സ്വന്തമാക്കിയിരിക്കുന്നത്, എനിക്കും അതുപോലെ ഈശോയെ സ്വന്തമാക്കണം. അതാണ് ദൈവികമായ അസൂയ. എനിക്ക് മാത്രം മതിയെന്ന് ചിന്തിക്കുന്നതല്ല, നീ എന്തുമാത്രമാണ് ഈശോയെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന ഇടതും വലതും മുൻപും പുറകിലൊക്കെ ഇരിക്കുന്ന ഓരോ വിശ്വാസികളും ഈശോയെ സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഈശോയെ സ്വന്തമാക്കിയതിൻ്റെ അനുപാതം അത് എത്രമാത്രമാണ് എന്ന് ചിലപ്പോൾ ഒരാൾ തൊട്ടടുത്തിരുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആ ചേച്ചി എത്ര നന്നായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, എനിക്കും അതുപോലെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ഈശോയെ സ്വന്തമാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇത് ഈശോ സ്വന്തമാക്കിയവരെ പിശാച് തട്ടിയെടുക്കും. ആണ് പറുദീസയിലെ ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന് പറയുന്ന ആ വചനം കഴിയുമ്പോൾ തന്നെ 3-ാം അധ്യായം 33-ാം അധ്യായം അവൻ കൗശലക്കാരൻ പിശാച് വന്നിട്ട് സ്ത്രീ ഒറ്റക്ക് നിൽക്കുമ്പോൾ സ്ത്രീയെ കൊണ്ട് പഴം ഭക്ഷിക്കാനായിട്ടുള്ള പ്രേരണ കൊടുക്കുകയാണ്. അതാണ് ദൈവത്തിന് സ്വന്തമായ ഹവ്വയെ പിശാച് സ്വന്തമാക്കാൻ ശ്രമിച്ചു. അത് പൈശാചികമായ അസൂയാണ്. നമ്മളിപ്പോൾ ഞായറാഴ്ച ആചരിക്കുന്നു. കത്തോലിക്ക വിശ്വാസികൾ മാമോദീസയൊക്കെ സ്വീകരിച്ച് നല്ല വിശ്വാസത്തിൽ നമ്മളായിരിക്കുമ്പോൾ ചില ദുരാചാരങ്ങൾ വഴി ഇത് ചെയ്യ് എന്ന് പറയുമ്പോൾ പിശാച് നമ്മളെ തന്ത്രപൂർവ്വം സ്വന്തമാക്കിയാണ്. ഈശോയുടെ സ്ഥാനം മാറ്റിയിട്ട് പിശാച് കയറിയിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ധൂർത്തപുത്രൻ ഈശോയുടെ ദൈവത്തിന് സ്വന്തമായിരുന്നു, പിതാവിന് സ്വന്തമായിരുന്നു. അവൻ വിട്ടുപോയി. അപ്പൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ മകനെ തിരിച്ചു കൊടുക്കണമേ, തിരിച്ചു കൊണ്ടുവരണമേ, എൻ്റെ മകനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് അപ്പൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ട് എന്ത് ചെയ്ത് പരിശുദ്ധാത്മാവ് വന്ന് അവനെ പ്രേരിപ്പിച്ച് അപ്പോൾ അവന് സുബോധമുണ്ടായി. പന്നിക്കൂട്ടിൽ ആരാ ഉള്ളത് പറഞ്ഞു കൊടുക്കാൻ? പന്നിക്കൂട്ടിൽ ആരാ ഉള്ളത്? വീട്ടിൽ പോ മകനെ എന്ന് പറയാൻ ആരുമില്ല. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും അപ്പന് സന്തോഷമായി, മൂത്ത മകന് സന്തോഷമായില്ല. മൂത്തവന് സന്തോഷം. അത് പൈശാചികമായ ഒരു അസൂയയാണ്. പിതാവ് അവനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ മൂത്ത മകൻ ഒരു ബുദ്ധിമുട്ട്. ഇതാണ് പിശാച് ചെയ്യുന്നത്. പിശാച് നമ്മളെ തകർക്കാൻ, ദൈവത്തിൽ നിന്ന് അകറ്റാൻ നോക്കും. ദൈവം നമ്മളെ ചേർത്ത് പിടിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അതാണ് ഈ മാസം തിരുഹൃദയ മാസമാണ്. ഈശോയുടെ സ്നേഹമാണ് തിരുഹൃദയം. തിരുഹൃദയ പ്രതിഷ്ഠയൊക്കെ നവീകരിക്കണം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ രാജാവായി വാഴണമേ, ഞങ്ങളുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഈശോയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞായറാഴ്ച ആചരിച്ചിട്ട് കുമ്പസാരിച്ചിട്ട് കുർബാന സ്വീകരിച്ചിട്ട് നമ്മൾക്ക് ഈശോയ്ക്ക് നിരക്കാത്തൊരു കാര്യം ചെയ്യാൻ പോയാൽ അപ്പോൾ ഈശോയുടെ നിയന്ത്രണം നമ്മുടെ മേലുണ്ടോ? ഈശോയുടെ നിയന്ത്രണം നമ്മുടെ മേലില്ല. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തിന്മയ്ക്കകത്ത് കയറിയിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇന്നത്തെ പ്രാർത്ഥനയിലും തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട് തിന്മയുടെ അകത്ത് കയറിയിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? തിന്മയിൽ നിന്ന് മാറി നിൽക്കണ്ടേ, എന്നാലല്ലേ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റൂ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ വളരെ പ്രകടമായി ഈശോയുടെ സ്വന്തമാകാനുള്ള വഴിയാണ് പരിശുദ്ധ കൂദാശകൾ, കുമ്പസാരം, കുർബാന സ്വീകരണം. പക്ഷേ പിശാച് വെക്കുന്ന കെണിയാണ് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ. അത് തിന്മകളാകാം, ദുരാചാരങ്ങളാകാം, ഒന്നാം പ്രമാണ ലംഘനങ്ങളാകാം, പല വഴിയിലാകാം. പിശാച് വെക്കുന്ന കെണികളാണ് തിന്മകളും പ്രലോഭനങ്ങളും ദുരാചാരങ്ങളും. പക്ഷെ ഈശോ നൽകുന്ന വഴിയാണ് പരിശുദ്ധ കുർബാനയും കുമ്പസാരവും. ഈശോ നൽകുന്ന വഴി, ഈശോയുടെ സ്വന്തമാകാൻ ഈശോ നൽകുന്ന വഴിയാണ്. നമ്മൾ ആ വഴിയിലൂടെയാണോ? ഈശോയുടെ സ്വന്തമാകാൻ മറ്റവൻ ഈശോയെ സ്വന്തമാക്കി വെച്ചിരിക്കുമ്പോൾ, എൻ്റെ കൂടെയുള്ളവൻ ഈശോയെ സ്വന്തമാക്കി വെച്ചിരിക്കുമ്പോൾ, പ്രിയ ദൈവ പൈതലേ, നിനക്കവനോടൊരു ദൈവികമായ അസൂയ തോന്നുന്നുണ്ടോ? എനിക്കതിനേക്കാൾ ഈശോയെ സ്വന്തമാക്കണം എന്ന് തോന്നുന്നുണ്ടോ? വീട്ടിൽ അമ്മ ദിവസേന പള്ളിപ്പോയി പ്രാർത്ഥിച്ച് ഈശോയെ സ്വന്തമാക്കി വീട്ടിൽ വരുമ്പോൾ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് തോന്നുന്നുണ്ടോ എനിക്ക് അമ്മയെപ്പോലെ ഈശോയെ സ്വന്തമാക്കണം എന്ന് തോന്നുന്നുണ്ടോ? ഈശോ, പ്രിയ ദൈവ പൈതലേ,
പരിശുദ്ധ കുർബാനയിലൂടെയും കുമ്പസാരത്തിലൂടെയും നിന്നെ എപ്പോഴും സ്വന്തമാക്കി നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയോട് വിവാഹം നിശ്ചയം ചെയ്തു വച്ചിരിക്കുകയാണ്. നിനക്കിനി കുതിരയോടാൻ പറ്റുകയില്ല. നീ ഈശോയെ മണവാളനായി സ്വീകരിച്ചിട്ട് ഈശോയുടെ മണവാട്ടിയെ പോലെയാണോ? ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ നീ മുന്നോട്ട് പോകുന്നത്? ഈശോയുടെ പ്രിയമുള്ള മണവാട്ടിയെ പോലെയാണോ നീ? ഈശോ എപ്പോഴും ചേർത്ത് നിർത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഈശോയ്ക്കുള്ള സ്ഥാനം നീ വേറെ പലതിനും കൊടുത്തോ? നീ നിന്റെ തെറ്റുകൾ വഴി, നിന്റെ നടപ്പുകൾ വഴി ഈശോയ്ക്കുള്ള സ്ഥാനം നീ വേറെ പലതിനും കൊടുത്തോ? നമുക്ക് ധ്യാനിക്കാം. ഈശോ നമ്മുടെ സ്വന്തമാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ അതിനുള്ള വഴിയും പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയ ദൈവവേദലേ, നീ ഈശോയെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുക മരണം വരെ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻവാസഗേഹമാകും. കൺമുൻപിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നിതാ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. നിന്റെ മണവാട്ടിയായി വെച്ചിരിക്കുകയാണ് ഈശോ. എന്നിട്ട് നീ ഈശോയുടെ കൺമുമ്പിൽ ദുർനടപ്പ്, ഒന്നാം പ്രമാണ ലംഘനം, ദുരാചാരങ്ങൾ, പാപങ്ങൾ, അങ്ങനെ പോയാൽ ഈശോയ്ക്ക് സങ്കടമാകിയല്ലേ? പ്രിയ ദൈവവൈതലെ, ആണും പെണ്ണും ചെറുതും വലുതും ഒക്കെ ഈശോയുടെ മണവാട്ടിമാരാ. ഈശോയുടെ കൂടെ നിർത്താൻ ഈശോ ആഗ്രഹിക്കുകയാണ്. നീ കുതറി ഓടുമ്പോൾ ഈശോയ്ക്ക് സങ്കടമാകിയല്ലേ? ഈശോയെ സങ്കടപ്പെടുത്തല്ലേ? ആത്മനാശ ഭീതിയാൽ നിരാശയിൽ ഞാൻ താഴുമ്പോൾ, ആത്മനാശ ഭീതിയാൽ നിരാശയിൽ ഞാൻ താഴുമ്പോൾ, അഭയം നീയേകി മുറിവിൽ നീ തഴുകി, എൻ മോക്ഷം നീയല്ലോ. ഈശോയെ, നിന്നെപ്പോലെ വേറെ ആരുമില്ല എന്നെ സ്വന്തമാക്കാൻ. അതെനിക്കറിയാം. നിന്നിൽ തന്നെ വന്ന് ചേരണമെന്ന് എനിക്കറിയാം. അടങ്ങി ഒതുങ്ങി നിന്റെ കൂടെ നിൽക്കേണ്ട ഒരു ഭാര്യയെപ്പോലെ, ഒരു മണവാട്ടിയെപ്പോലെ നിൽക്കേണ്ടവനാണ് ഞാനെന്ന് എനിക്കറിയാം. ഈശോയെ, എന്നെന്നും സഹായിക്കണമേ. ഈശോയുടെ കൂടെ നിന്ന പരിശുദ്ധ മറിയമേ, അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ. കൈകളിൽ പൂജപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണ ഈ ഹൃദയാർപ്പണ കൈക്കൊള്ളുവാൻ കനിവാകണമേ. കൈകളിൽ പൂജപാദങ്ങളിൽ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടുത്തെ ക്രിസ്തുവിന്റെ നന്മയ്ക്കുമായി ഞങ്ങളുടെ കരങ്ങളിൽ നീ ബലി സ്വീകരിക്കുമാറാട്ടെ. ദൈവമേ, മനുഷ്യകുലത്തിൻ്റെയും സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങളുടെയും സത്ത ഭോജനത്താൽ അങ്ങ് പരിപോഷിപ്പിക്കുകയും കൂദാശയാൽ നവീകരിക്കുകയും ചെയ്യുന്നുവല്ലോ. അവയുടെ സഹായം ഞങ്ങളുടെ ശരീരങ്ങൾക്കും മാനസങ്ങൾക്കും ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമന്ത്രി. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മതയും വിണ്ടലമോ. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റും ധന്യതുമായി. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച്
മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരും വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രത്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയോർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാ അധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണങ്ങളോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രീതിപ്പെടുത്തിയ സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ സമാധാനം പരസ്പരം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണ് എൺകളിൽ കണിനമ്മയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണ് എൺകളിൽ കണിനമ്മയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണ് എൺകൾ സമാധാനം നൽകണമേയും. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കു ഉച്ചരിച്ചാൽ മാത്രമതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച അങ്ങേ ഈ ദിവ്യഭോജനം അങ്ങിലുള്ള വിശ്വാസികളുടെ ഐക്യം സൂചിപ്പിക്കുന്ന പോലെ അങ്ങേ സഭയിൽ അത് ഐക്യത്തിൻ്റെ ഫലമുളവാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനുടനെ